ഞാൻ മിനി നജീബ് ആർട്ടിസ്റ്റിക് പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഓർക്കിഡ്സിൽ എപ്പോഴും പൂക്കൾ ഉണ്ടാകാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ്. പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇവിടെ പൂക്കൾ ഉണ്ടാകാനായിട്ട് ഞാൻ എന്ത് വളമാണ് കൊടുക്കുന്നതെന്ന്. പക്ഷേ വളത്തിനെക്കാട്ടിയും പ്രാധാന്യം അതിന് കിട്ടുന്ന ലൈറ്റിനാണ്. ലൈറ്റ് കറക്റ്റ് ഉള്ള ലൈറ്റ് അതിന് കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും പൂവുണ്ടാവും. ഡെൻഡ്രോബിയം വെറൈറ്റിയിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ടത്തെ 3 മണിക്കൂർ വെയിൽ കിട്ടിയാൽ എപ്പോഴും പൂവുണ്ടായിരിക്കും. ഞാനിപ്പം ഈ സ്റ്റാൻഡ് വെച്ചിരിക്കുന്നത് കുറച്ച് വെയിലടിക്കുന്നിടത്താണ്. ഉച്ചയ്ക്ക് വെയിലടിക്കാതാണ് ഇലയ്ക്ക് കുറച്ച് മഞ്ഞ കളർ വന്നിരിക്കുന്നത്. ഡെൻഡ്രോബിയം വെറൈറ്റികളൊന്നും ഞാൻ ഷെയ്ഡിൻ്റെ അടിയിൽ വെച്ചിട്ടില്ല, എല്ലാം ഡയറക്റ്റ് ലൈറ്റിലാണ് ഇരിക്കുന്നത്. ഇല കുറച്ച് കുറയും, നല്ല സമ്മറിലൊക്കെ ഇല കുറച്ച് കുറയും. എന്നാലും മഴ വരുമ്പം എല്ലാം നല്ല ഷൂട്ട് വന്ന് നല്ല പ്ലാന്റായി മാറും. പക്ഷേ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇത് ഡെൻഡ്രോബിയം സ്പീഷീസ് ഡെൻഡ്രോബിയം സെഗുൻഡം. ഇത് നേരത്തെ ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം മാത്രമേ ഉള്ളൂ എനിക്ക് വിൻ്ററിലും സമ്മറിലും പൂത്തത്. ഈ സമ്മറിൽ പൂത്തപ്പം നിറച്ച് ഫ്ലവർ വന്നിട്ടുണ്ട് ഇപ്രാവശ്യം. ഇത് ലോങ് ലാസ്റ്റിംഗ് ഫ്ലവർ അല്ല, 2 ആഴ്ചയൊക്കെ നിൽക്കത്തുള്ളൂ, അപ്പോഴത്തേക്ക് പൊഴിഞ്ഞു പോകും. ഞാൻ ഇവിടെ വെച്ചിരിക്കുന്ന ഡെൻഡ്രോബിയത്തിൽ സൂര്യൻ്റെ ചരിവനുസരിച്ച് ഇപ്പോൾ ലൈറ്റ് തീരെ കുറവാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഫ്ലവറും കുറവാണ്. അതാണ് ഓരോ വെറൈറ്റിക്കും അതിനാവശ്യമായ ലൈറ്റ് കിട്ടിയാൽ മാത്രമേ അത് ഫ്ലവർ ചെയ്യത്തുള്ളൂ എന്ന് പറയാൻ കാരണം. വെയിലുണ്ടായിരുന്നപ്പോൾ പിടിച്ച പൂക്കളുടെ ഫോട്ടോയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇനി ഫെലനോപ്സിസിന് വേണ്ടി ലൈറ്റിനെ കുറിച്ച് പറയാം. ഫെലനോപ്സിസ് ഞാൻ വെച്ചിരിക്കുന്നത് 50% ഷെയ്ഡ് കിട്ടുന്ന നെറ്റും UV ഷീറ്റും ഇട്ട ഒരു സ്ഥലത്താണ്. പക്ഷേ കുറച്ച് ചൂട് കിട്ടിയാൽ മാത്രമേ ഫെലനോപ്സിസ് പൂക്കത്തുള്ളൂ. ഫംഗലും ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ വരാതെ പ്ലാന്റ് നല്ലതുപോലെ വളരത്തുള്ളൂ. ചൂട് കുറച്ച് കിട്ടുന്നതുകൊണ്ട് ഈ ലീഫിൻ്റെ ഇടയിലൊക്കെ തങ്ങി നിൽക്കുന്ന വെള്ളമെല്ലാം ഇവോപ്പറേറ്റ് ചെയ്ത് പോകും. പ്ലാന്റ് നല്ലതുപോലെ വളരുകയും ചെയ്യും. ഫെലനോപ്സിസ് ഷെയ്ഡിൻ്റെ അടിയിലാണ് ഇടുന്നെങ്കിൽ ഷെയ്ഡിൻ്റെ അടിയിലോട്ട് കയറ്റിയിടാതെ ഇങ്ങനെ പുറത്താക്കി ഇട്ട് കഴിഞ്ഞാൽ നല്ല ലൈറ്റ് കിട്ടും. കാറ്റ്ലിയയ്ക്കും ഞാൻ ഫെലനോപ്സിസിന് ഉള്ള ലൈറ്റ് അതുപോലത്തെ ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം പ്ലാന്റ് ഒരുപാട് വലുതാവാത്തത് കൊണ്ട് അത്ര ലൈറ്റിലാണ് നിർത്തിയേക്കുന്നത്. കുറച്ചുകൂടെ പ്ലാന്റ് നല്ല മെച്യൂറായി കഴിയുമ്പം ഡയറക്റ്റ് സൺലൈറ്റ് ഇല്ലാതെ ഗ്രീൻ നെറ്റ് മാത്രം ഉള്ളിടത്ത് ഇട്ടാലും നല്ലതുപോലെ പൂക്കും. അല്ലെങ്കിൽ UV ഷീറ്റ് മാത്രമായാലും മതി. ഓൺസിഡിയം വെറൈറ്റിക്കും ഡയറക്റ്റ് ലൈറ്റ് വേണ്ട, ഇൻഡയറക്റ്റ് ലൈറ്റ് മതി. ഇതിനെല്ലാം ഡയറക്റ്റ് ലൈറ്റ് കുറേ നേരം അടിച്ചു കഴിഞ്ഞാൽ ലീഫ് ബേൺ ചെയ്തു പോകും. ഗ്രീൻ നെറ്റ് മാത്രമായാലും മതി ഓൺസിഡിയം ഒക്കെ വളർത്താൻ. വാൻഡ ഓർക്കിഡ്സിന് മാത്രമേ ഉള്ളൂ. വാൻഡ ഓർക്കിഡ്സും മുക്കാറയ്ക്കും എല്ലാം ഡയറക്റ്റ് സൺലൈറ്റ് വേണം. നല്ല ഹ്യൂമിഡിറ്റിയും വേണം, ഡയറക്റ്റ് സൺലൈറ്റും വേണം. ഇപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചില്ലെങ്കിലും UV മാത്രം ഇട്ട് കൊടുത്താലും നല്ല പ്ലാന്റിന് ചൂടും കിട്ടും. പ്ലാന്റ് നല്ലതുപോലെ വളരുകയും ചെയ്യും, പൂക്കുകയും ചെയ്യും. എൻ്റെ വാൻഡയിൽ എപ്പോഴും പൂക്കളുണ്ടായിരിക്കും.
ഞാൻ ബാൻഡ് ഇട്ടിരിക്കുന്നത് UV ഷീറ്റ് മാത്രം ഉള്ളതിൻ്റെ അടിയിലാണ്. കുറച്ച് ഭാഗമേ ഉള്ളൂ ഗ്രീൻ നെറ്റ് കൂടെ ഉള്ളത്. UV മാത്രം ഉള്ളിടത്ത് ഇട്ടാലും മതി. ഒരു 2 അടി താഴ്ചയിൽ, ഒരുപാട് താഴ്ത്തി ഇടുകയും ചെയ്യരുത്. ഒരുപാട് താഴ്ത്തി ഇട്ടാലും ചൂട് കുറയും. ഇത് UVന്ന് 2 അടി താഴ്ചയിൽ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് പ്ലാന്റ് നല്ല ചൂടും കിട്ടും, നല്ല വായുസഞ്ചാരം ഉള്ളിടത്തും ആയിരിക്കണം പ്ലാന്റ് ഇട്ടിരിക്കുന്നത്. പിന്നെ നല്ല ഹ്യൂമിഡിറ്റിയും വേണം. വേര് ഡ്രൈ ആവാതെ 2 നേരം വാട്ടർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഓരോ വെറൈറ്റിയുടെ സ്വഭാവം മനസ്സിലാക്കി നമ്മൾ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പൂക്കളുണ്ടാവും. ഫെലനോപ്സിസ് ഒഴികെ വേറെ ഏത് വെറൈറ്റിയിലും അടുത്ത പൂക്കൾ വേഗം വരാനായിട്ട് ഇതുപോലെ വരുന്ന സ്റ്റെമ്മിനെ കട്ട് ചെയ്ത് കളയുക. പൂക്കൾ വാടിക്കഴിഞ്ഞാൽ ഒരുപാട് ഉണങ്ങാൻ നിൽക്കരുത്. പൂക്കളുടെ ഭംഗി കുറച്ച് കുറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് കട്ട് ചെയ്ത് കളയണം. സ്റ്റെമ്മ് ഉണങ്ങുന്നിടം വരെ നിൽക്കരുത്. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്ലാന്റിൻ്റെ പൊസിഷൻ മാറ്റുന്നത്. ഇപ്പോൾ ഫ്ലവറിങ് സ്റ്റേജായ ഒരു പ്ലാന്റിനെ നമ്മൾ ഇരുന്ന പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് മാറ്റരുത്. ഇപ്പം ഇങ്ങനെയൊരു പ്ലാന്റിന് ഇപ്പം ഞാനിപ്പം ഈ പോട്ട് വെച്ചിരിക്കുന്നത് ലൈറ്റ് കിട്ടുന്ന ഈ സൈഡിൽ നിന്നാണ് ലൈറ്റ് കിട്ടുന്നത്. ഞാനിപ്പം വേറൊരു ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഈ പ്ലാന്റിനെ എടുത്ത് വെക്കുകയാണെങ്കിൽ ഈ സൈഡിൽ തന്നെ ലൈറ്റ് കിട്ടുന്ന വിധത്തിലേ വെക്കാവുള്ളൂ. ഏത് സൈഡിൽ നിന്നാണ് ലൈറ്റ് കിട്ടിക്കൊണ്ടിരുന്നത് ആ സൈഡിൽ നിന്ന് തന്നെ ലൈറ്റ് കിട്ടുന്ന വിധത്തിൽ വെക്കണം. ഫെലനോപ്സിസും എല്ലാം ലൈറ്റ് കിട്ടുന്ന സൈഡിലോട്ടാണ് ചാഞ്ഞ് നിൽക്കുന്നതും ഫ്ലവർ വരുന്നതും എല്ലാം ആ സൈഡിലോട്ടേ വരത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പൊസിഷൻ മാറ്റരുതെന്ന് പറയുന്നത്. പൊസിഷൻ മാറ്റിക്കഴിഞ്ഞാൽ അത് ഫ്ലവർ വരാൻ താമസം എടുക്കും. ഇപ്പോൾ ചെയിനകത്ത് ഇട്ടിരിക്കുന്ന പ്ലാന്റ് കറങ്ങി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തിരിച്ച് ഇതേ പൊസിഷനിൽ വന്ന് നിൽക്കുന്നോന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. അങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടോയെന്ന് പ്ലാന്റ് ആ ചായ്വ് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പാൻഡയിൽ ഞാൻ കാണിച്ചതുപോലെ പൂക്കൾ പഴയതാകുമ്പോൾ സ്പൈക്ക് കട്ട് ചെയ്യുന്നത് പോലെ ഫെലനോപ്സിസിൽ കട്ട് ചെയ്യരുത്. ഫെലനോപ്സിസിൻ്റെ സ്പൈക്കിൻ്റെ അറ്റം ഉണങ്ങിയതിന് ശേഷം, ഇതുപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രമേ 4 നോഡ് വെച്ച് കട്ട് ചെയ്യാവുള്ളൂ. കട്ട് ചെയ്ത് കഴിയുമ്പം പുതിയ സ്പൈക്ക് അറ്റത്തുനിന്ന് വരും. ഇതുപോലെ കട്ട് ചെയ്തിട്ട് വേറെ പുതിയ സ്പൈക്ക് വന്നേ ഈ പ്ലാന്റിനകത്തൊക്കെ. ഫെലനോപ്സിസിൻ വെറൈറ്റിക്ക് മാത്രമേ ഈ സ്പൈക്കിൻ്റെ അറ്റത്ത് വേറെ സീഡ്ലിംഗ് വരാറുള്ളൂ. ഡെൻഡ്രോബിയം വെറൈറ്റിയിലും ഇതുപോലെ പൂക്കളുടെ ഭംഗി കുറയുമ്പം ഞാൻ കട്ട് ചെയ്ത് കളയാറുണ്ട്. കുറച്ച് കളർ മാറിക്കഴിയുമ്പോഴേ ഞാനങ്ങ് കട്ട് ചെയ്ത് കളയും. പുതിയ സ്പൈക്ക് വേഗം വരും. ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ എപ്പോഴും പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ ഫെർട്ടിലൈസറും കൊടുക്കണം. ഫെർട്ടിലൈസർ സമ്മറിൽ ഓർഗാനിക് മാത്രം കൊടുത്താൽ മതി. അതാണ് പ്ലാന്റിന് ഏറ്റവും നല്ലത്. പൂക്കാനും വളരാനും എല്ലാം ഓർഗാനിക് ഏറ്റവും നല്ലതാണ്. മഴ സമയത്ത് മാത്രം കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുത്താൽ മതി. ഈ ഓർക്കിഡുകൾ ഒരു വെറൈറ്റികളും കൂടെ റീപോട്ട് ചെയ്യരുത്. പോട്ട് നല്ല ഫുള്ളായി നിറഞ്ഞതിന് ശേഷം മാത്രം ചെയ്താൽ മതി. നമ്മൾ റീപോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടും ഫ്ലവർ വരാൻ താമസം എടുക്കും. മെച്യൂർ സ്റ്റെമ്മ് കൂടെ വെച്ച് ചെയ്യുവാണെങ്കിൽ മെച്യൂർ സ്റ്റെമ്മിനകത്ത് ഫ്ലവർ വരും, പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവർ വരത്തില്ല, സ്പൈക്ക് വരത്തില്ല, ചെറിയ ഫ്ലവർ ആയിരിക്കും. പുതിയ ഷൂട്ട് വന്നാലേ പിന്നെ നല്ല ഫ്ലവർ വരത്തുള്ളൂ. അപ്പോൾ കുറച്ച് താമസം എടുക്കും. മിനിമം 1 വർഷമൊക്കെ എടുക്കും പുതിയ ഷൂട്ടിനകത്ത് ഫ്ലവർ വരാനായിട്ട്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഓർക്കിഡിൽ കൂടുതൽ പൂക്കൾ കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരുടെയും കമൻസിന് വളരെയധികം നന്ദി.
എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വിശേഷവുമായി വീണ്ടും വരാം.